ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് സെലക്ഷൻ ആണ് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ അതിനായി നമ്മൾ സ്റ്റോക്ക് എഡ്ജിൽ ഡെറിവേറ്റീവ് അനാലിറ്റിക്സ് എന്നൊരു ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യുന്നത്. ഇതിൽ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് OA ട്രെൻഡ് ന്യൂ ലോങ് അല്ലെങ്കിൽ ന്യൂ ഷോർട്ട് പൊസിഷൻ വരണം, അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് 10% കൂടുതൽ വരണം, പിന്നെ വോളിയം ഡെലിവറി പെർസെൻറ്റേജ് 2x മുകളിൽ വരണം. നമുക്ക് ആദ്യം കിട്ടിയിരിക്കുന്ന സ്റ്റോക്ക് LTTS ആണ്. അത് ന്യൂ ഷോർട്ട് പൊസിഷൻ വന്നിട്ടുണ്ട്. ഓപ്പൺ ഇൻട്രസ്റ്റ് 111% ഉണ്ട്. വോളിയം ഡെലിവറി 12x 8x മുകളിലുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ LTTSൻ്റെ ഓപ്ഷൻ ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ ഓപ്ഷൻ ലൈൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏത് പ്രൈസിലാണ് കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് ചെയ്ത് നോക്കാം. അപ്പോൾ 4778 ലെവലാണ്. അപ്പം നമുക്കിവിടെ OI പ്ലസ് ഓർ മൈനസ് കാണാം. അപ്പോൾ ഈ ഒരു ലെവൽസിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സ്ട്രൈക്കിൽ എന്താ സംഭവിച്ചു നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 4800 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറി വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് 4800 ലെവൽസ് ചാർട്ടിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് 4800 ലെവല്. ഇനി അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഈ റെസിസ്റ്റൻസ് ലെവലും നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റിൽ ഈ ഒരു 4800 4846 47 ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. ഇനിയിപ്പോൾ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമായിരിക്കും മാർക്കറ്റ് ഒരു അപ്സൈഡ് കാണുക. അതല്ല എങ്കിൽ മാർക്കറ്റ് ഈ ഒരു ലെവലിൽ റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യുമ്പോഴാണ് ഒരു ട്രെൻഡ് റിവേഴ്സിൽ വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്തേക്കാം 4800 4847 ലെവൽസ്. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് ഏതാണെന്ന് നോക്കാം. അടുത്തത് ഹിൻഡ് കോപ്പറാണ്. നമ്മളത് അവോയ്ഡ് ചെയ്യാണ്. 2x താഴെയാണ് വോളിയം ഡെലിവറിയും, അതുകൊണ്ട് അവോയ്ഡ് ചെയ്യാണ്. പിന്നെ ബജാജ് ഫിനാൻസ് ഉണ്ട്. അത് ന്യൂ ഷോർട്ട് പൊസിഷൻ വന്നിട്ടുണ്ട്. 31% കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. 5x 6x മുകളിൽ വോളിയം ഡെലിവറി ഉണ്ട്. അപ്പോൾ നമുക്ക് ബജാജ് ഫിനാൻസിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ബജാജ് ഫിനാൻസ് 6731 ലെവലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് OI പ്ലസ് ഓർ മൈനസ് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 6800 നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബജാജ് ഫിനാൻസിൻ്റെ 6800 ലെവൽ ചാർട്ടിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ചെറിയ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ലെവലും കൂടി മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ ബജാജ് ഫിനാൻസിൽ 6800 6835 ലെവൽ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ ലെവൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആണെങ്കിൽ ഈ ഒരു 6835 ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു അപ്സൈഡിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് മാർക്കറ്റിൽ നിലവിലെ സ്ട്രോങ് റെസിസ്റ്റൻസ് 6800 6835. അപ്പോൾ ഈ ലെവൽസ് ഒന്ന് ബ്രേക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് ഏതാ നോക്കാം. അടുത്ത സൺ ടി വി ആണ്. സൺ ടി വി ന്യൂ ലോങ് പൊസിഷൻ വന്നിട്ടുണ്ട്. 24% കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട്. 3.5 2.8x വോളിയം ഡെലിവറി ഉണ്ട്. നമുക്കതിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. $664 ലെവലിലാണ് കഴിഞ്ഞ ദിവസം സൺ ടി വി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ടടുത്ത് നടക്കുന്ന സ്ട്രൈക്കിൽ എന്താ സംഭവിച്ചു നോക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 660 ലെവലിൽ നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ടെന്ന്. നമുക്ക് സൺ ടി വിയിൽ 660 ലെവലിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി ഇതിൻ്റെ തൊട്ട് അടുത്ത് നിൽക്കുന്ന സപ്പോർട്ട് ലെവൽ നമുക്ക് നോക്കാം. അപ്പോൾ 660 657 ലെവലാണ് സൺ ടി വിയിൽ ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽ നിൽക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു 660 657 ലെവൽ ടച്ച് ചെയ്ത് തിരിച്ചു കയറാൻ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് ഇപ്പോൾ വീക്ക് ആണെങ്കിൽ ഈ ഒരു 657 ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ സൺ ടി വി 660 657 ലെവൽ ജസ്റ്റ് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത സ്റ്റോക്സ് വന്നിരിക്കുന്നത് ബയോകോൺ ആണ്. ഇപ്പോൾ ബയോകോൺ ന്യൂ ലോങ് പൊസിഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് 18% കൂടുതലുണ്ട്. വോളിയം ഡെലിവറി പെർസെൻറ്റേജ് 4x ഉണ്ട്. അപ്പോൾ നമുക്ക് ബയോകോണിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. 306 കഴിഞ്ഞ ദിവസം ബയോകോൺ ക്ലോസ് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ 300 അതുപോലെ 310 ലെവലിലൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ബയോക്കോണിൻ്റെ ചാർട്ട് നോക്കാം. അപ്പോൾ നമ്മൾ മുമ്പ് 295 294 ലെവലിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ലെവൽസ്. അത് ബ്രേക്ക് ചെയ്തപ്പോൾ നല്ല രീതിയിൽ അവിടുന്ന് മാർക്കറ്റ് കയറിപ്പോയി. അപ്പോൾ നമുക്കിനി എടുക്കേണ്ടത് 310 ലെവൽ എടുക്കാം. അപ്പോൾ 310 ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ നമുക്ക് മാർക്ക് ചെയ്യാം. 312. ഓക്കെ, ഇപ്പോൾ ബയോക്കോണിൽ ഇതാണ് സ്ട്രോങ് റെസിസ്റ്റൻസ് ആയി നിൽക്കുന്നത്. ഇത് സ്ട്രോങ് സപ്പോർട്ടാണ്. നമ്മൾ മുമ്പ് മാർക്ക് ചെയ്ത ലെവൽ തന്നെയാണ്. ആ ലെവൽ തന്നെ നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു 310 312 ലെവൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നമുക്കൊരു സെൽ ചാൻസ് ഉണ്ട്. അതല്ല മാർക്കറ്റ് ഈ ഒരു 312 ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുകയാണെങ്കിൽ പുതിയൊരു ഹൈ എടുത്ത് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ബയോക്കോൺ ജസ്റ്റ് ഒന്ന് ഈ ലെവൽസ് ഒന്ന് മാർക്ക് ചെയ്ത് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്തത് സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. അടുത്തത് ഗ്രാനുവൽസ് ആണ്. അപ്പോൾ ഗ്രാനുവൽസ് ഡെലിവറി പെർസെൻറ്റേജ് 1.6 ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. ഇപ്പോൾ അടുത്തത് കോറമെൻറ്റിലാണ്. അപ്പോൾ കോറമെൻറ്റിൽ ഷോർട്ട് കവറാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്യാണ്. പിന്നെ ഡിക്സൺ ആണ്. ഡിക്സൺ 1.6 ഉള്ളൂ ഡെലിവറി പെർസെൻറ്റേജ്, അത് അവോയ്ഡ് ചെയ്യാണ്. ശ്രീരാം ഫിനാൻസും അതുപോലെ ഡെലിവറി പെർസെൻറ്റേജ് കുറവായതുകൊണ്ട് അവോയ്ഡ് ചെയ്യാണ്. പിന്നെ അടുത്ത അശോക് ലൈലൻഡ് ആണ്. അശോക് ലൈലൻഡ് ന്യൂ ലോങ് പൊസിഷൻ വന്നിട്ടുണ്ട്. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് 12% കൂടുതലുണ്ട്. വോളിയം ഡെലിവറി 4.1 3.x ഉണ്ട്. അപ്പോൾ നമുക്ക് അശോക് ലൈലൻഡിൻ്റെ ഓപ്ഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ അശോക് ലൈലൻഡ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത് 185 ലെവലാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും 185ലും 180ലും നല്ല രീതിയിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചാർട്ടിൽ അശോക് ലൈലൻഡ് നോക്കാം. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് 185 ലെവലാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് 185 മാർക്ക് ചെയ്യാം. ഇവിടെ തൊട്ട് താഴെ ഒരു സപ്പോർട്ട് വന്നിട്ടുണ്ട്. ആ സപ്പോർട്ട് ലെവൽ മാർക്ക് ചെയ്യാം 184. ഓക്കെ, അപ്പോൾ ഇപ്പം നിലവിൽ അശോക് ലൈലാൻഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് 185 184 ലെവലാണ്. അപ്പോൾ മാർക്കറ്റ് ഈ ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറിപ്പോകാൻ ചാൻസ് കൂടുതലാണ്. അതല്ല മാർക്കറ്റ് ഇപ്പോൾ വീക്ക് ആണെങ്കിൽ ഈ 184 ലെവൽ ബ്രേക്ക് ചെയ്ത് നോക്കാം. ഈ 184 ലെവൽ ബ്രേക്ക് ചെയ്ത് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽ അശോക് ലൈനിൽ നിന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് ദീപക് NTR ആണ്. അതും നമ്മൾ അവോയ്ഡ് ചെയ്യാണ്, ഡെലിവറി പെർസെൻറ്റേജ് കുറവാണ്. പിന്നെ അടുത്ത സ്റ്റോക്സുകളൊക്കെ 10% താഴെയുള്ളൂ ഓപ്പൺ ഇൻട്രസ്റ്റ്, അതുകൊണ്ട് നമ്മളതൊക്കെ അവോയ്ഡ് ചെയ്യാണ്. ഇത്തരം സ്റ്റോക്സുകളാണ് നമുക്ക് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ സ്റ്റോക്കുകൾ ആഡ് ചെയ്തിട്ട് ലെവൽസൊക്കെ മാർക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ലെവൽസ് നാളത്തേക്ക് മാത്രമല്ല അടുത്ത ദിവസങ്ങളിലും വാലിഡ് ആണ്. അപ്പോൾ എപ്പോഴൊക്കെയാണ് മാർക്കറ്റ് ഈ ലെവൽസ് ബ്രേക്ക് ചെയ്യുന്നത് അപ്പോഴൊക്കെ നമുക്ക് മാർക്കറ്റ് നല്ലൊരു മൂവ്മെൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ലെവൽസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.